വികസന രാഷ്ട്രീയ വിവാദത്തിലൂടെയാണ് കുറച്ച് ദിവസങ്ങളായി കേരളം കടന്നുപോകുന്നത്. പതിവില്ലാത്ത വിധം മറ്റു വൈകാരിക വിഷയങ്ങളിൽ നിന്ന് മാറി കേരളത്തിലെ വികസനത്തിന്റെയും വ്യവസായത്തിന്റെയും കണക്കുകൾ ചർച്ചയായി, വിവാദ വിഷയമായി. അതിന് തുടക്കമിട്ടത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരാണ്. തരൂരിന്റെ ലേഖനവും തുടർന്നുള്ള പ്രതികരണവും കോൺഗ്രസിന് തിരിച്ചടിയുമായി. സർക്കാരിന് മേനി പറയാൻ ഒരായുധവുമായി മാറി. ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് തരൂരിനോട്. ആ വിശദാംശങ്ങളിലേക്ക് വരും മുൻപ് 2 ദിവസം മുമ്പത്തെ ശശി തരൂരിന്റെ പ്രതികരണം ഒന്ന് കണ്ട് ഓർമ്മിച്ചു വരാം. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്റെ വിശ്വാസമാണ്. സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു ആവശ്യം എന്താ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര അഭിപ്രായം പറയുന്നത് എന്താണെന്ന്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് തരൂരുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കൂടിക്കാഴ്ച നടത്തിയത്. പ്രശ്നങ്ങൾ സങ്കീർണമാക്കണ്ട എന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ നിലപാട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാതെയാണ് തരൂർ രാഹുലിന്റെ വാഹനത്തിൽ മടങ്ങിയത്. പാർട്ടിയുടെ നിലപാടിനോടൊപ്പമാണ് തരൂരുള്ളതെന്നും എല്ലാം കൂളാണെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി കണ്ടതാണ്. അല്ല, എന്താണ് ചർച്ച നടന്നതെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം, എനിക്ക് ഉറപ്പുണ്ട്. നോബൽ ബാരിക്കാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, മാധ്യമങ്ങളെ കാണാതെയാണ് ശശി തരൂർ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കണ്ട് മടങ്ങിയതെങ്കിലും എല്ലാം ഒത്തുതീർപ്പിലെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കൂടുതൽ കാര്യങ്ങൾ സങ്കീർണമാക്കേണ്ടതില്ല എന്നതായിരിക്കാം അല്ലേ ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം ഒരുപക്ഷെ? അരുൺ, ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിർണായക നീക്കമാണ് ഹൈക്കമാൻഡ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. ശശി തരൂരുമായി നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ആദ്യ കൂടിക്കാഴ്ച ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ 10 ജൻപത് വസതിയിൽ വെച്ചായിരുന്നു. ശശി തരൂരിനൊപ്പം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അതോടൊപ്പം KC വേണുഗോപാൽ എന്നിവർ ചർച്ചകൾ നടത്തി. ഈ ചർച്ചയിൽ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതാൻ ഉണ്ടായ സാഹചര്യം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ തരൂർ വിവരിച്ചു എന്നാണ് നമുക്ക് വിവരമുള്ളത്. അനുനയ ചർച്ചയാണ് ഇന്ന് ഉണ്ടായത്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്നും അറിയാൻ കഴിയുന്നു. സോണിയാഗാന്ധിയുടെ വസതി നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ തരൂരും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തി ഒരു ചെറിയ ചർച്ച നടത്തി. പിന്നീട് തരൂർ മടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ എന്നിവർ നീണ്ട ചർച്ച ഇവിടെ നടത്തി. ആ ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന KC വേണുഗോപാൽ വ്യക്തമാക്കിയത് കാര്യങ്ങൾ എല്ലാം കൂളാണ് എന്നാണ്. ശശി തരൂർ പാർട്ടിക്കൊപ്പമാണ് എന്നും KC വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണെങ്കിലും പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ് ശശി തരൂരിന്റെ ഈ പ്രസ്താവനകളും ലേഖനവും മൂലം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ ആ സാഹചര്യത്തിൽ അധികം ഇത് വഷളാക്കാതെ ഒരു അനുനയ ചർച്ചകളുടെ ഈ പ്രശ്നം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് എന്താണെങ്കിലും നിലവിൽ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ എന്ന് തന്നെ വേണം അതിനെ വിശേഷിപ്പിക്കാൻ. പക്ഷേ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്താൻ തയ്യാറായില്ല എന്ന് ഏറ്റവും പ്രസക്തമാണ്. തരൂർ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം മാധ്യമങ്ങളെ കാണാതെ മടങ്ങുകയാണ് ചെയ്തത്. തരൂർ ദില്ലിയിൽ ഇന്നിപ്പോൾ ഉണ്ട്. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. സ്വാഭാവികമായും തരൂരിന് വലിയ അതൃപ്തി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പലതരമുള്ള ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമൊക്കെയായി ചർച്ചകൾ നടത്താനുള്ള അവസരം ലഭിക്കുന്നില്ല. അതോടൊപ്പം പ്രവർത്തക സമിതി അംഗമായിട്ടും ആ പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്നടക്കമുള്ള ചില അതൃപ്തികൾ ശശി തരൂരിനുണ്ടായിരുന്നു. അതിലൊക്കെ ഇന്നിപ്പോൾ ഒരു സമവായം, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് തരൂരിന് ലഭിച്ചിട്ടുണ്ട്. നോബൽ, അങ്ങനെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് ശശി തരൂർ.